പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റത്തിന്റെ ഘടനയെ കുറിച്ചാണ്. നമുക്കറിയാം എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ള ചെറിയ ചെറിയ കണികകൾ കൊണ്ടാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കണികയും അതിനേക്കാൾ ചെറിയ തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമാണെന്നും പിന്നീട് ഈ തന്മാത്രകളെല്ലാം വീണ്ടും വിഭജിച്ചിട്ട് നമുക്ക് ആറ്റം എന്നൊരു വസ്തുവിനാൽ നിർമ്മിതമാണെന്ന് പറയാം. ഏറ്റവും ചെറിയ കണികയായ ആറ്റമാണ് ഓരോ വസ്തുവിൻ്റെയും അടിസ്ഥാന കണിക എന്ന് നമുക്കറിയാം. ഇനി ഈ ആറ്റത്തെ കുറിച്ച് നടത്തിയ പഠനങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആറ്റത്തെ കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ഡാൾട്ടൺ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അസുഖമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് തന്നെ ഈ അസുഖത്തിന് ഡാൾട്ടനിസം എന്ന പേര് നൽകി. അതായത് വർണ്ണാന്ധത, നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അസുഖമാണ് ഈ വർണ്ണാന്ധത അല്ലെങ്കിൽ ഡാൾട്ടനിസം. അദ്ദേഹത്തിന് ഈ അസുഖം ഉള്ളതിനാലാണ് ഈ അസുഖത്തിന് നമുക്ക് ഡാൾട്ടനിസം എന്നുള്ള പേര് നൽകാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ആറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ പഠിക്കാം. ഡാൾട്ടന് നടത്തിയിട്ടുള്ള ആറ്റോമിക പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കുറേ ആശയങ്ങളുണ്ട്. അതായത് ആറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്ന ആശയങ്ങളാണ് ഇവ. ഓരോന്നായിട്ട് നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ആദ്യത്തെ ആശയം അതാണ്. ഏതൊരു വസ്തുവായാലും അത് ഏറ്റവും ചെറിയ അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ രാസപ്രവർത്തന വേളയിൽ ഈ ആറ്റത്തെ, അതായത് ഈ സൂക്ഷ്മ കണികയെ നമുക്ക് ഒരിക്കലും വിഭജിക്കാൻ കഴിയില്ല. അതായത് ഈ ആറ്റം എന്ന കണികയെ നമുക്ക് വീണ്ടും വിഭജിക്കാൻ കഴിയില്ല. വീണ്ടും അതുപോലെ ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഇതെല്ലാമാണ് ഡാൾട്ടന്റെ ആറ്റമിക സിദ്ധാന്തത്തിലെ മറ്റൊരു ആശയം. ഇനി ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അതായത് ഏതൊരു മൂലകം എടുത്താലും അതിൻ്റെ ഈ ആറ്റങ്ങളുടെ ഈ സ്വഭാവങ്ങളെല്ലാം യൂണീക്കാണ്. അതൊരിക്കലും ചേഞ്ച് ആവില്ല. അതായത് അതിന് ഒരേ ഗുണമായിരിക്കും. ഒരേ മൂലകത്തിന്റെ ആറ്റത്തിന് എപ്പോഴും ഒരേ ഗുണം. അതായത് ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഗുണം എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. അതുപോലെ അതിന്റെ വലുപ്പം, മാസ് ഇതെല്ലാം സമാനമായിരിക്കും. അപ്പോൾ ആറ്റത്തിന് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ നമുക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അപ്പോൾ ഏതൊരു ആറ്റം എടുക്കുകയാണെങ്കിലും അത് ഏതൊരു പർട്ടിക്കുലർ മൂലകത്തിന്റെ ആറ്റം ആയിരിക്കും അല്ലെ. അപ്പോൾ ഓക്സിജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ആ ഓക്സിജൻ ആറ്റം, ഒരു മൂലകമാണ് ഓക്സിജൻ. അപ്പോൾ അതിന്റെ ആറ്റം എന്ന് പറയുന്ന ഓക്സിജൻ ആറ്റം എപ്പോഴും ഒരേ ഗുണം കാണിക്കും. അതുപോലെ ഒരേ വലിപ്പമായിരിക്കും, ഒരേ മാസും ആയിരിക്കും. ഇനി വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണെങ്കിലോ, ഇപ്പോൾ നമുക്കറിയാം വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. കാർബൺ എടുക്കാം. കാർബൺ എന്ന് പറയുന്നത് ഒരു അലോഹമാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് അല്ലെ കാർബൺ. സോളിഡ് ആറ്റമാണ്. അന്നേരം നമുക്ക് ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിലോ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു ഗ്യാഷ്യസ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും ചെറുതാണ് ഹൈഡ്രജൻ. അന്നേരം കാർബൺ ഹൈഡ്രജനേക്കാൾ വലിയൊരു ആറ്റമാണ്. അതുപോലെ ഗുണം മനസ്സിലായി, അതിൻ്റെ വലുപ്പം മനസ്സിലായി, അതുപോലെ തന്നെ അതിൽ മാസിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള മൂലകങ്ങളുടെ ആറ്റങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൽ എന്തുണ്ടാവും? വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളും വലിപ്പമൊക്കെ ആയിരിക്കും, മാസ് എന്നിവയായിരിക്കും. ഇനി നമുക്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയായിട്ട് ഈ ആറ്റത്തെ പരിഗണിക്കാം. ആറ്റമാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏറ്റവും ചെറിയ കണിക. ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കണിക എന്ന് പറയുന്നത് ആറ്റമാണ്. ഇനി രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ H2O എന്ന തന്മാത്ര അല്ലെങ്കിൽ സംയുക്തമാണ് അല്ലെ H2O.
ഒരു എന്തിൻ്റെയാണ് H2O എന്ന് പറയുന്നത്? വാട്ടറാണ് അല്ലേ? അപ്പോൾ H2O എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ 2 വന്നിട്ടുണ്ട്, ഓക്സിജൻ 1 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2:1 ആണ് അതിൻ്റെ അനുപാതം, 2:1. അപ്പോൾ ഇതിൽ ഹൈഡ്രജൻ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ 2, ഓക്സിജൻ മൂലകത്തിൻ്റെ ആറ്റം 1 ഉള്ളത്. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഇങ്ങനെ ലളിതമായ അനുപാതത്തിലായിരിക്കും എന്തുള്ള മൂലകങ്ങൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ സംയോജിച്ചിട്ടുണ്ടാവുക. അങ്ങനെ നമുക്ക് സംയുക്തങ്ങൾ നൽകും. അതുപോലെ തന്നെ ഇനി അതുപോലെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് ആറ്റമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇതിനേക്കാൾ ചെറിയ കണികകൾ ഉണ്ടോ എന്നുള്ള ഓരോരോ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മുടെ തലയിൽ ഒരു ചീർപ്പ് വെച്ച് ചീകിയിട്ട് ഈ പേപ്പർ കഷ്ണങ്ങൾക്ക് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, എന്ത്, പേപ്പർ കഷ്ണങ്ങളെല്ലാം ഈ ചീർപ്പിലോട്ട് ആകർഷിക്കപ്പെടുന്നത് കാണാം, അതിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ ഇവിടെ എന്തോ ഒരു ശക്തി അല്ലേ, എന്തോ ഒരു ആകർഷണ ശക്തി ചീർപ്പിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണം, ഇതൊരു ഏറ്റവും ലഘുവായി നമുക്ക് ചെയ്യാവുന്ന പരീക്ഷണമാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ആറ്റങ്ങൾ മാത്രമല്ല, ആറ്റത്തിൽ ഇതുപോലെ ചാർജ് ഉള്ള എന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചെറിയ പരീക്ഷണങ്ങൾ, ലഘു പരീക്ഷണങ്ങളും പിന്നെ അതുപോലെ തന്നെ ലബോറട്ടറിക്കൽ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഓരോ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചതാണ് എന്താ, ആറ്റത്തിനുള്ളിൽ വ്യത്യസ്ത ചാർജുള്ള കണങ്ങളും കൂടെ ഉണ്ടെന്നത്. ഇത്തരത്തിലെ പരീക്ഷണങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി അല്ലേ. അപ്പോൾ ഇദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ ഏതാണ്, ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന പരീക്ഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു. അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്താണ്, പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്നും, അതായത് 2 തരം ചാർജുകളും, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ്, അങ്ങനെ 2 തരം ചാർജുകൾ, വൈദ്യുത ചാർജ് ഒരു പദാർത്ഥത്തിൽ ഉണ്ടെന്നും, ഈ ചാർജുകളാണ് ആ ഒരു പദാർത്ഥത്തെ മറ്റൊരു പദാർത്ഥവുമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുന്നതെന്നെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. ഇതിനെ തുടർന്ന് മൈക്കൽ ഫാരഡെ എന്ന ശാസ്ത്രജ്ഞൻ, നമുക്കറിയാം വൈദ്യുതി കണ്ടുപിടിച്ച വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡെ എന്ന ശാസ്ത്രജ്ഞൻ പിന്നീട് എന്ത് കണ്ടെത്തി, ഇതുപോലെ സർ ഹംഫ്രി ഡേവിയുമായി ചേർന്ന് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അദ്ദേഹം മനസ്സിലാക്കി, ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്നും, ഇങ്ങനെ വൈദ്യുതിയെ ദ്രാവകങ്ങളിലൂടെ കടത്തിവിട്ടുകൊണ്ട് അവയിലെ പദാർത്ഥങ്ങളെ ഘടകങ്ങളാക്കി മാറ്റാമെന്നും കണ്ടെത്തി. ഈ ഘടകങ്ങളാക്കി മാറ്റുന്ന, വൈദ്യുതി കടത്തിവിട്ട് ദ്രാവകങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വൈദ്യുത വിശ്ലേഷണ നിയമം എന്നൊരു നിയമമൊക്കെ സർ മൈക്കൽ ഫാരഡെ രൂപീകരിച്ചു. എന്നാൽ സർ ഹംഫ്രി ഡേവിക്കും മൈക്കൽ ഫാരഡേക്കും എന്തിനു കഴിഞ്ഞില്ല, ഇതിന് കാരണമായിട്ടുള്ള വസ്തുതകൾ എന്തെല്ലാം എന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വൈദ്യുതി ദ്രാവകങ്ങളിലൂടെ കടന്നു പോകുമെന്നും അങ്ങനെ ചാർജുള്ള കണങ്ങളായിട്ട് അല്ലെങ്കിൽ ഘടകങ്ങളായിട്ട് മാറ്റാമെന്നും അവർ കണ്ടുപിടിച്ചു. എന്നാൽ അതിൻ്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനെ തുടർന്ന് ജർമ്മൻ ശാസ്ത്രജ്ഞൻ, ഭൗതിക ശാസ്ത്രജ്ഞൻ, ഫിസിക്സ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ഭൗതിക ശാസ്ത്രജ്ഞൻ, അതായത് ഫിസിക്സ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ഗ്ലാസ് ബ്ലോവറുമായ, അതായത് ഗ്ലാസ് ഉരുക്കി ഊതി വീർപ്പിച്ച് ഇങ്ങനെ ഗ്ലാസ് കൊണ്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആളാണ്. അദ്ദേഹം എന്ത് കണ്ടു, അങ്ങനെയായിട്ട് ഹെൻറിച്ച് ഗ്ലേസർ, ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്, ഹെൻറിച്ച് ഗ്ലേസർ. അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ്, അതായത് വാക്യൂം ട്യൂബ് നിർമ്മിക്കുകയും അതായത് അതിലൂടെ തന്നെ ഈ പരീക്ഷണത്തിലൂടെ അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്, വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു. വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു. ഗ്ലേസറും ജൂലിയസ് പ്ലക്കറും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങൾ പദാർത്ഥങ്ങളുടെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേഗം കൂട്ടുകയാണ് ചെയ്തത്. അതായത് ആദ്യം
സർ ഹംഫ്രി ഡേവി, പിന്നീട് മൈക്കൽ ഫാരഡെ, ദെൻ അതിനുശേഷം ആരാണ്? ഹെൻറിച്ച് ഗ്ലീസർ, അതിനുശേഷം ജൂലിയസ് പ്ലക്കർ. ഇത്രയും പേര് പദാർത്ഥങ്ങളുടെ ഘടനയുമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയവരാണ്. ഇങ്ങനെ ജൂലിയസ് പ്ലക്കർ നടത്തിയ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ വാതകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടും, അതായത് വൈദ്യുത ഡിസ്ചാർജ് എന്ന് അറിയപ്പെടുന്നു. ഇങ്ങനെ വാതകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ താഴോട്ട് വന്നാൽ ഗ്ലാസ് ട്യൂബിന്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കമുണ്ടാവും. അപ്പോൾ ഈ തിളക്കത്തിനടുത്ത് ഒരു കാന്തം മാഗ്നറ്റ് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ തിളക്കത്തിന്റെ സ്ഥാനം മാറുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം കണ്ടെത്തിയത്. അങ്ങനെ ഡിസ്ചാർജ് ട്യൂബിലെ വാതകത്തിൽ നിന്ന് പുറത്തു വന്ന തിളക്കത്തിന് കാരണമായിട്ടുള്ള രശ്മികളിൽ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന തെളിവായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത്. അതായത് വൈദ്യുതി ഡിസ്ചാർജ് ട്യൂബിലെ വാതകത്തിലൂടെ കടത്തി വിട്ടപ്പോൾ എന്തുണ്ടായി? ട്യൂബിന്റെ വശങ്ങളിൽ തിളക്കമുണ്ടാവുകയും എന്നാൽ ആ തിളക്കമുള്ള വശങ്ങൾക്കടുത്ത് മാഗ്നറ്റ്, അതായത് കാന്തം കൊണ്ടുവരുമ്പോൾ തിളക്കത്തിന്റെ സ്ഥാനം മാറുന്നുണ്ട്. അപ്പോൾ ആ തിളക്കമുള്ള ഭാഗങ്ങളിൽ എന്തുണ്ട്? ചാർജ് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മാഗ്നറ്റിന് സാന്നിധ്യം അനുസരിച്ച് അത് മാറിയത്. അപ്പോൾ അങ്ങനെ വൈദ്യുതി കടന്നു പോയ വാതകം പിന്നീട് അയണീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ജൂലിയസ് പ്ലക്കർ കണ്ടെത്തിയത്. ഇതിനെല്ലാം ശേഷം 1875 നമ്മുടെ ഗ്ലീസറിന്റെ ഡിസ്ചാർജ് ട്യൂബ്, ഗീസ്ലർ എന്ന ശാസ്ത്രജ്ഞന്റെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തെ ഒന്നും കൂടെ നവീകരിച്ചിട്ട് വില്യം ക്രൂക്സ് എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ, അതായത് ഈ പരീക്ഷണം നമ്മൾ പ്രത്യേകം ഇതിൽ അറിയുന്നത് കാഥോഡ് റേ പരീക്ഷണം എന്നാണ്. കാഥോഡ് റേ ട്യൂബ്, CRT പരീക്ഷണം. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ മർദ്ദം കുറയ്ക്കുമ്പോൾ ഡിസ്ചാർജ് ട്യൂബിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ആറ്റത്തെ വീണ്ടും വിഭജിക്കാമെന്നും ആറ്റങ്ങൾ അതിനേക്കാൾ സൂക്ഷ്മമായ സബ് ആറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്നുമുള്ള കണ്ടെത്തലോട്ട് നയിച്ചത്. അപ്പോൾ സബ് ആറ്റോമിക കണങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത് വില്യം ക്രൂക്സ് നടത്തിയിട്ടുള്ള കാഥോഡ് റേ ട്യൂബ് പരീക്ഷണമാണ്. നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞത് എന്താണ്? ഏറ്റവും ചെറിയ കണിക ആറ്റമാണെന്നും അതിനെ വിഭജിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു പഠിച്ചത്. എന്നാൽ വില്യം ക്രൂക്സ് നടത്തിയിട്ടുള്ള കാഥോഡ് റേ ട്യൂബ് പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലായി ഓരോ ആറ്റത്തെയും വീണ്ടും വിഭജിക്കാമെന്നും അതിനേക്കാൾ സൂക്ഷ്മമായ സബ് അറ്റോമിക കണങ്ങൾ കൊണ്ട് നിർമ്മിക്കാമെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ കാഥോഡ് റേ ട്യൂബിന് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള എക്സാമ്പിൾ ആണ് ടിവിയുടെ പിക്ചർ ട്യൂബ്, അതുപോലെ എക്സ്റേ ട്യൂബ്, കാഥോഡ്, ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ഏത് പരീക്ഷണമാണ് ആദ്യമായിട്ട് സബ് ആറ്റോമിക കണങ്ങളെ കുറിച്ച് നിർവചിച്ചതെന്ന് ചോദിച്ചാൽ അത് വില്യം ക്രൂക്സിന്റെ കാഥോഡ് റേ ട്യൂബ് പരീക്ഷണം അല്ലെങ്കിൽ CRT പരീക്ഷണമാണ്. അതുപോലെ യുഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അതായത് ഡിസ്ചാർജ് ട്യൂബിൽ എന്താണ് ഉപയോഗിച്ചത്? ആനോഡ് രശ്മികളാണ് ഉപയോഗിച്ചത്, ആനോഡ് റേസ് ആണ് ഉപയോഗിച്ചത്. ഇങ്ങനെ അതിന്റെ ഫലമായിട്ട് പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം വാതകങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഈ രണ്ട് പരീക്ഷണങ്ങളും ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തത്തിനെതിരെയുള്ള തെളിവുകളായിരുന്നു ശാസ്ത്രലോകത്തിന് നൽകിയത്. അതിനുശേഷം ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് തന്നെ നമുക്ക് മറ്റൊരു പരീക്ഷണം ഒരു വലിയ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു. അതാണ് എക്സ്റേയുടെ കണ്ടുപിടുത്തം. അപ്പോൾ ആരാണ് എക്സ്റേ കണ്ടെത്തിയത്? വില്യം റോൺട്ജൻ എന്ന ശാസ്ത്രജ്ഞൻ. 1895 നവംബർ 8 എക്സ്റേ കണ്ടെത്തിയത്. അപ്പോൾ കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അലുമിനിയം തകിട് വെച്ച് രശ്മികളെ പ്രതിഫലിപ്പിച്ചപ്പോൾ ഒരു പ്രത്യേക വികിരണങ്ങൾ പുറത്തു വരുന്നതായിട്ട് കണ്ടു. ഇതിനെയാണ് എക്സ്റേ എന്ന് വിളിച്ചിട്ട് പിന്നീട് ഈ രശ്മികൾ എക്സ്റേ എന്ന് തന്നെയാണ് അറിയപ്പെട്ടതും. അതായത് കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചപ്പോൾ അത്
അതിൽ നിന്നും വേറെ രശ്മികൾ, പ്രത്യേക രശ്മികൾ പുറത്തേട്ട് വരുന്നത് കണ്ടു. ഈ രശ്മികളെയാണ് എക്സ്റേ എന്ന് വിളിച്ചത്. അപ്പോൾ എക്സ്റേ കണ്ടെത്തിയത് ആര്? വില്യം റോൺസൺ ആണ്. ശരിക്കും പദാർത്ഥങ്ങളുടെ സവിശേഷതയെക്കുറിച്ചുള്ളൊരു പഠനമായിരുന്നു നടന്നത് എങ്കിലും നമുക്ക് മറ്റൊരു കണ്ടുപിടുത്തത്തിലോട്ടാണ് അതിനെ നയിച്ചത്, അതായത് എക്സ്റേയുടെ കണ്ടുപിടുത്തം. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം വളരെ നന്നായിട്ട് വൈദ്യശാസ്ത്ര രംഗത്തും വ്യാവസായിക രംഗത്തൊക്കെ എക്സ്റേ രശ്മികൾ ഉപയോഗിക്കുന്നുണ്ട്.